ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. സാധാരണ സൺഡേസ്, ഇന്ന് സൺഡേ ആണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എപ്പോഴും ഒരു റിലാക്സിങ് ഹാപ്പി ഡേ ആണ്. പക്ഷേ ശരിക്കും മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു സൺഡേ ആയിരുന്നു ഇത്. ബിക്കോസ് നമ്മുടെ മറ്റേ 2018 പ്രളയം പോലെ ഒരുപാട് വീഡിയോസ് എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ കോട്ടയം ഭാഗത്തും റാണി ഭാഗത്തൊക്കെ കണ്ടു. ശരിക്കും ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. എസ്പെഷ്യലി നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂടെ കൊണ്ട്. ബിക്കോസ് നമ്മളിത് അനുഭവിച്ചിട്ടുണ്ടെന്നല്ല, നമ്മളും ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്നതാണ്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ സാമ്പത്തികവും എല്ലാം കൂടെ ഇട്ട് നടത്തുന്ന ഒരു സ്ഥാപനമായിരിക്കും ബിസിനസ്. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്കൊന്ന് തുണിക്കട നടത്തുന്ന ഓണം സീസണും കൂടെ അല്ല, തുണിക്കട നടത്തുന്ന ഒരു ചേട്ടനെ ഞങ്ങൾ കണ്ടായിരുന്നു. പുള്ളി ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ് സ്റ്റോക്ക് മാറ്റാൻ പോലും അവർക്ക് ടൈം കിട്ടില്ല. 1 മണിക്കൂറിലാണ് വെള്ളം കയറി എല്ലാം പോയി എന്നുള്ളത്. സോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഭാവി, എന്താണ് ഫ്യൂച്ചറിന് പോലും ആലോചിക്കാൻ പറ്റാത്ത അത്രയും വിഷമമുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. സോ അങ്ങനത്തെ കുറേ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുന്ന ഭയങ്കര നമ്മുടെ ഹാർട്ട് ഹെവി ആവുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് നമുക്ക് ഒരു ഹെൽപ്ലെസ്നെസ് ഫീലിംഗ് ആണ് ശരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സൺഡേയിലത്തെ ദിവസം തുടങ്ങുന്നത്. ആൻഡ് പിന്നെ ബാക്കി ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫി കുട്ടൻ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവനൊരു വാക്സിനേഷൻ എടുക്കണം. ആൻഡ് ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങണം, കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് പോകണം. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. പക്ഷേ ഹോപ്പ്ഫുള്ളി എല്ലാവരും ഇതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. വാക്സിനേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. വേദുവാണ് ഡോഗ് കെയർ. അതുപോലെ തന്നെ ഡോഗിനെ ഭയങ്കര പേടിയുള്ള ഒരാൾ, പക്ഷെ ഇപ്പൊ ഡോഗിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ ഇതേ ഇരിക്കുന്നത്. അല്ല, നിരഞ്ജനക്ക് ഇപ്പൊ പേടിയൊന്നും ഇല്ല. ഉണ്ടോ? പേടിയുണ്ടോ? ഉണ്ടോന്ന്? മടിയിൽ വെക്കാൻ അതെന്താ പറയുക, ചാടുവെന്നുള്ള പേടിയാ. പക്ഷെ ഡോഗിലൂടെ പേടിയൊന്നും ഇല്ല ഇപ്പൊ. ഞാൻ എന്തായാലും ഡോക്ടർ ഉണ്ടോ നോക്കിട്ട് വരാം. നോക്കിക്കാണോ ഓഫിനെ കേട്ടാ? ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ. അവന്റെ ബേബിനെ പോലെ. അവന്റെ ബേബി വരുമ്പോ അവൻ ഇതുപോലെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിൽക്കൂ. നമുക്ക് വേണ്ടി വരണം. വേണ്ടേ? അപ്പനോട് ഞാൻ പറയാം, ഒരു ഡോഗിനെ വേണം. വെയിറ്റ് നോക്കാം. നിരഞ്ജനെ നോക്കണ? അത് കുഴപ്പമില്ല, എല്ലാവരുടെയും നോക്കാം. ഓൾമോസ്റ്റ് 2 kilos ആയി. വന്നപ്പോ 1.4 ആയിരുന്നു. പിടിച്ചോ. എടുത്തോ. പിടിച്ചാണോ ഏതു? ടെമ്പറേച്ചർ നോക്കുക. വേണോ? എല്ലാവർക്കും ഒരു വാക്സിനേഷൻ എടുക്കാം. ഒരു ചിന്ന കുറച്ച് എന്നിട്ട് കെയർഫുൾ ആവണം കേട്ടാ. അത് ഓടിപ്പിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യരുത് കേട്ടാ. ഇതാണ് ഓഫിയുടെ വാക്സിനേഷൻ ഡേ. കണ്ടോ? ഓഫി അറിഞ്ഞു പോലും കേട്ടോ. കണ്ടോ? എടുത്തോ. പിടിച്ചോ. ഇനി 15 days കഴിഞ്ഞ് വരണേ. 15 അങ്ങനെ എടുക്കല്ലേ? ഒരേക്ക് എടുക്ക. അങ്ങനെ ഓക്കെ, പോവാ. വീട്ടിലെത്തിയിട്ട് ഒരാൾ ഉറങ്ങുമായിരുന്നു. അറിഞ്ഞിട്ട് പോലും ഇല്ല വാക്സിനേഷൻ എടുത്ത കേട്ടോ. ബാ. ഇന്നാണെങ്കിൽ ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഭാഗ്യത്തിന് മഴയൊക്കെ ഒന്ന് തോർന്നിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സൺഡേ റൂട്ടീൻ എന്ന് പറയുന്നത് ഫോർട്ട് കൊച്ചി വരലാണ്. വർഷങ്ങളായിട്ട്, ഇപ്പോൾ എത്രയാണ്, ഒരു 15 years ആയിട്ട് ഇങ്ങനെ തന്നെയാണ്. എന്ന് പറയുമ്പോൾ കല്യാണത്തിന് മുമ്പ് തൊട്ട് കേട്ടാ. അപ്പോൾ ഇന്നും നമ്മൾ ഫോർട്ട് കൊച്ചി വന്നിരിക്കുകയാണ്. നമ്മൾ പണ്ട് ഡാൽ റൂട്ടിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ലോഫേഴ്സിന് തന്നെ പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ എല്ലാ സൺഡേസും, പറ്റുന്ന എല്ലാ സൺഡേസും. സ്ഥലം കേട്ടാ. ഇത് ഗ്രാൻഡ് അപ്സ്റ്റേഴ്സ് എന്നാണ് പേര്. പണ്ടിതൊരു ഫോറിനറിൻ്റെ ഒരു പിസ്സേറിയ ആയിരുന്നു. ഇപ്പം നമ്മുടെ ലോഫേഴ്സിൻ്റെ ആൾക്കാർ തന്നെ എടുത്തു.
ഓംലെറ്റ് ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ചിക്കൻ ചീസ് ഓംലെറ്റ്. ബർഗേഴ്സ് ഒക്കെ നല്ലതാണ്, പക്ഷേ ദിസ് ഇസ് വാട്ട് ഐ ലൈക്ക്. ശരിക്കും ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടി പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ബസ്സിലേക്കും കാണാൻ പറ്റും, റൂഫ് ടോപ്പിൽ പോയിരിക്കുകയാണെങ്കിൽ. നല്ലൊരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിൽ ഇപ്പം ഏറ്റവും ഒരു നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയത്. ബുക്കാടൊക്കെ ഭയങ്കര ഇലോബറേറ്റ് ആണ്. ഇതുപോലെ സാൻഡ്വിച്ചസ്, ബർഗേഴ്സ്, പാസ്താസ്, പിന്നെ കേരള ഫുഡിൻ്റെ ഒരു ഫ്യൂഷൻ വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ കണ്ടാണ്. ഫിഷ് മോളി റൈസ് ബോൾ നല്ലതാണ്, മീൻ പൊള്ളിച്ച റൈസ് ബോൾ നല്ല, മപ്പാസ്, മാംഗോ സ്മാഷ് ചീസ് ബർഗർ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എനിക്ക് ഇവിടെ വന്നില്ലെങ്കിലാണ് ഒരു സമാധാനം ഇല്ലാത്ത വീക്കെൻഡ് അല്ലേ. നിർബന്ധിച്ച് ഇലക്ട്രിക് കാർ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പൊ ഒരു ഫിൽട്ടർ കോഫി ഓർഡർ ചെയ്ത് കാണും. സമയം എത്രയും 7:30 സ്ഥിരം ഫുഡ്. ഇവിടെ ടോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. പണ്ട് വീറ്റ് ബ്രെഡ് ആയിരുന്നു, ഇപ്പൊ നല്ല സോഫ്റ്റ് ഒരു ബ്രിയോഷ് ബ്രെഡ് പോലത്തെ ഒരു സംഭവമുണ്ട്. ക്രിസ്പി ബട്ടറി ടോസ്റ്റഡ് വാട്ടർമെലൺ ആൻഡ് സം ഓംലെറ്റ്. പക്ഷെ ഇതൊരു സാധാരണ ഓംലെറ്റ് വിചാരിക്കുന്നത് 3 മുട്ട അല്ലെങ്കിൽ 4 മുട്ട കാണും. ആൻഡ് ഇതിൻ്റെ അകത്ത് സം ബ്യൂട്ടിഫുൾ സീൽസ് ആണ്, കാണിച്ചു തരാം. അകത്തുണ്ടല്ലോ നല്ല ചീസ്, നല്ല കാരമലൈസ്ഡ് ഓണിയൻസ്, മഷ്റൂംസ് ആൻഡ് ഷ്രെഡഡ് ചിക്കൻ. അടിപൊളി സംഭവമാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും എറണാകുളത്തൊക്കെ വരുവാണെങ്കിൽ എഗ് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രിയക്ക് ഇതും കൂടെ കഴിക്കാനാണ് കേട്ടോ. ഡയറ്റാന്ന് പറയും, വെയിറ്റ് കൂടുന്നുണ്ടെന്ന് പറയും. അതിനിടയ്ക്ക് മമ്മി വെയിറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു. അതിൻ്റെയൊക്കെ ധൈര്യത്തിലാണ് പ്രിയ അടിച്ച് കയറ്റുന്നത്. കോൺഫിഡൻസ്, എന്തായാലും വെയിറ്റ് കുറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഇത് ഇവിടെ ഒരു സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ആണ്. ഹോം മെയ്ഡ് സോസാണ് ഇത്. ആക്ച്വലി ഒരു കണ്ടൻസ് മിൽക്ക് ബേസ്ഡ് സോസാണ്. അതിങ്ങനെ ഒഴിക്കുക, അപ്പോൾ അതിലിങ്ങനെ നിറയും. ഞാൻ തൊടുന്നില്ല, ഞാൻ ഒറ്റ സ്പൂൺ. അത് ഫ്രഷ് ക്രീം. ഇവിടെ ഫ്രഷ് ക്രീമും ഉണ്ട്, സ്ട്രോബെറിയും ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഡ്രോപ്പും പോലും കളയാതെ നമ്മളിങ്ങനെ ഒഴിച്ച് ഇനി ഫ്രീയാതെ കഴിക്കും. ആ, ഒരു 1500 കാലറി. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാട്ടോ, ഫ്രീയാണോ ഓർഡർ ചെയ്യുന്നത്? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ കഴിക്കുന്നുള്ളൂ. കഴിക്കും. ഒരു കുഴപ്പമില്ല. അതിനെക്കാട്ടി ഭേദം ഒരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീം ഡെയിലി കഴിക്കുന്നത്. എനിക്ക് ഐസ്ക്രീം ഇഷ്ടം, ഡെയിലി കഴിക്കുന്നു. അപ്പോഴും ഇത്രയും കാലറി വരില്ല. എനിക്ക് അങ്ങനെ, എനിക്ക് ആഴ്ചയിൽ ഒരിക്കലും കഴിക്കാൻ ഇഷ്ടം. ഇങ്ങനെ അതിലും ഇങ്ങനെ കഴിക്കുമ്പോ ഇങ്ങനെ കുത്തുന്നത് നമുക്ക് ശരിയല്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ആഴ്ചയിൽ ഒരിക്കലും കഴിക്കണം. അപ്പൊ ഇങ്ങനെ കാലറിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മോശമാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ കഴിക്കും. അതൊരു 200 കാലറി ഒരു ബൈറ്റ്. അതിലൂടെ ക്രീമും കൂടെ എടുത്ത് ഒരു 50 കാലറിയും കൂടെ കയറ്റാം. ആ ക്രീമിലും കൂടെ മുക്ക്, ഫ്രഷ് ക്രീം. അങ്ങനെ ചോക്ലേറ്റ് സോസിലും മുക്കി, ക്രീമിലും മുക്കി. അപ്പൊ ഒരു 50 കാലറിയും കൂടെ എക്സ്ട്രാ കയറ്റിച്ച്. ഓരോ ടേസ്റ്റിലും ആ കാലറി ഇങ്ങനെ മനസ്സിൽ കൂടെ ഓടണം. ഈ പെട്രോൾ പമ്പില് നമ്മള് മറ്റേ പെട്രോൾ. അതെ. അപ്പൊ വാക്സിനേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഓഫി വന്നിട്ടുണ്ട്. ഓഫി എക്സൈറ്റഡ് ആയി. എന്നെ കണ്ടപ്പോട്ടാ. ഞാനാണ് ഓഫിയുടെ മാസ്റ്റർ. വേദു അല്ല കേട്ടാ, വേദു അല്ല മാസ്റ്റർ. ഓഫി ഇങ്ങനെ കാലിന്റെ ഇടയിൽ വന്നിരിക്കും എപ്പോഴും. വേദുവിന്റെ അടുത്ത് പോവില്ല, കാരണം വേദു പ്രസ് ചെയ്ത് എടുത്ത് ഓഫിക്ക് വേദുവിന്റെ അടുത്ത് വരാൻ പേടിയായിപ്പോ. അതെ അതെ, ആ സത്യം. എന്തായാലും നിരഞ്ജന അവിടെ തന്നെ ഒരു ഷിറ്റ്സുനെ വാങ്ങാൻ പോകട്ടാ. വേറെ വാങ്ങും അല്ലേ? എന്താ അങ്ങനെ ഇനി വേദുവിന്റെ ഒരു ഡാൻസ് പെർഫോമൻസും കൂടെ ഉണ്ട്. ഡ്രസ്സ് തിരിച്ചു വരും. ഡാൻസ് മഴ കാരണം അവർ നീട്ടി വെച്ചു. അപ്പൊ ഇനി ഡ്രസ്സ് ഇട്ടാലേ വേദുവിന് ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ഒന്ന് ഡാൻസ് കളിച്ചു നോക്ക്. അപ്പൊക്കെ അറിയണം ഇപ്പൊ കറക്റ്റ് കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. നോക്കുന്നു. ബാ, വ്ളോഗ് ചെയ്യണോ? ആ, എന്നാ വ്ളോഗ് ചെയ്യാം. ആദ്യമേ ഒരു തവണ കളിക്കുക, എന്നിട്ട് കറക്റ്റായി ഓർത്ത് കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാം. എന്നാ ഫസ്റ്റ് ടൈം വ്ളോഗ് ചെയ്യാം. ഇത് കാണരുത് കേട്ടോ, അതുകൊണ്ട് ഡോർ അടയ്ക്കും. ബാക്കി ആര് വേണമെങ്കിലും കണ്ടാൽ കുഴപ്പമില്ല. ഇത് കാണരുത് അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ സൺഡേസ്. എല്ലാത്തിൻ്റെ ഇടയിൽ ഇവിടെ ഓഫി ഉണ്ട് കേട്ടാ.
വാക്സിനേഷൻ ഒക്കെ എടുത്ത് ഓഫി ഇരിക്കുവാണ്. അതിന് അതുകൊണ്ട് പുതിയ ടോയ് ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കളിക്കുമോ ഓഫി? പക്ഷേ ഇപ്പൊ കളിക്കുന്നുണ്ട്. ഇവർക്ക് ഈ റോപ്പ് ബേസ് സാധനങ്ങൾ ഇപ്പൊ ഭയങ്കര വീക്ക്നെസ് ഓഫിക്കൊക്കെ. തെറ്റിയില്ലല്ലോ. സൂപ്പർ പ്രൗഡ്. കുറച്ച് സ്റ്റൈലും കൂടെ കൊണ്ടുവന്നാൽ സെറ്റ് ആവും കേട്ടാ. ഓക്കെ, അടിപൊളി. ഓ, നൈറ്റ് ഡ്രസ് എടുക്ക്. ഇതാണ് ഫുഡ് കഴിച്ച് ഉറങ്ങാറേ. സമയം എന്തായി? 9 o'clock. നാളെ ഹോളിഡേ അല്ല, ഒരിക്കലും ഹോളിഡേ അല്ല. അല്ല, പോയി എടുക്ക, ഡ്രസ് എടുക്ക. പോ, നൈറ്റ് ഡ്രസ് എടുക്ക്. കോഫി കിട്ടിയ പിന്നെ വേദുവിന്റെ റൂട്ടീനൊക്കെ തെറ്റിരിക്കും കേട്ടാ. വേഗം ലേറ്റ് ആയിട്ടൊക്കെ ഇറങ്ങുന്ന. വാ, കടിക്കുക. വാ, എടാ നൈറ്റ് ഡ്രസ് എടുക്കു. പോയി കോഫി കടിക്കരുത്. ആരെയും ഇവിടെ വേദു എന്തിനാ പിന്നെ വഴക്കിന് വിളിക്കുന്ന അടങ്ങിയിരിക്കുമ്പോ? ഓ, വേദുവിനെ നൈറ്റ് ഡ്രസ് ഒക്കെ വേദു തന്നെ സെലക്ട് ചെയ്യണം കേട്ടാ. നമ്മൾ സെലക്ട് ചെയ്താൽ അത് പറ്റില്ല. അത് അകത്തിടണം, ഇൻസേർട്ട് ചെയ്യണം, എന്തൊക്കെയാ. എന്തൊരു നോണേ വേദു. പിന്നെ അതാണ് ഓഫി ഇപ്പൊ കടിക്കുമല്ല. അതിൽ കിടക്കുന്ന സാധനം എവിടുന്ന വാങ്ങിയെന്ന് ഓർമ്മയുണ്ടോ മോന്? റാബിറ്റ്. കറക്റ്റ്. നമ്മള് മറ്റേ ഇതിന് വേണ്ടി പോകുമ്പോ വാങ്ങിയതാ, ന്യൂ ഇയറിന് പോകുമ്പോ. സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫോക്സിന്റെ ആയിരുന്നു വേണ്ട, പക്ഷെ അത് കിട്ടിയില്ല. ഇത് മിസ്റ്ററി ബോക്സ് പോലെ ആയിരുന്നു, മറ്റേ പോപ്പ് മാർട്ടിന്ന്. വാ കുളിക്കാം. ഇനി ഞങ്ങൾ കുളിച്ചിറങ്ങുന്ന വരെ ഓഫി ഇവിടെ ഇരിക്കും കേട്ടാ. ഓഫിക്ക് 1 മിനിറ്റ് പോലും ഒറ്റയ്ക്ക് ഇരിക്കാൻ കുറച്ച് പാടുള്ള ഒരാളത്. തുറക്കാൻ നോക്കുമോ? ഓഫി പോയിക്കോ, അമ്മൂമ്മയുടെ അടുത്ത് പോയിക്കോ. കുറച്ച് കഴിയുമ്പോൾ അവിടെ കിടക്കുക. നോക്കിക്കോ, നിങ്ങൾ വരാത്തത് കാണുമ്പോ. ഇതാണ് ഇപ്പൊ ലൈഫ് വിത്ത് ഓഫി. ഇപ്പൊ കിടക്കും, നോക്കിക്കോ. തുറക്കാൻ നോക്കുന്നുണ്ടോ? ഇപ്പൊ കിടന്നവിടെ മാറും. തുറക്കാൻ ഈ മൂക്ക് വെച്ചാൽ ഉണ്ടാ നോക്കും. ഇങ്ങനെയൊക്കെയാണ് ഓഫി. ഗൈസ്, പിന്നെ ഈ രാത്രി പണ്ടൊക്കെ ഞാൻ ഈ സാധാരണ ജിം വെയർ തന്നെയാണ് വീട്ടിലിടുന്നതും ഉറങ്ങാനിടുന്നതൊക്കെ. പക്ഷെ ഞാൻ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ വിചാരിച്ചു ലൈഫിൽ. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് ഐ തിങ്ക് സോ ഇറ്റ് മാറ്റേഴ്സ്. ഇത് സിമ്പിളായിട്ട് നൈറ്റ് ഡ്രസ് ആണ്. ഇത് വേണമെങ്കിൽ നോക്കി മിന്ത്രയിലോ എവിടെയെങ്കിലും കിട്ടും. ജാക്ക് ആൻഡ് ജോൺസ് നൈറ്റ് ഡ്രസ്സിന് അടിച്ചാൽ മതി. സാധാരണ ഭയങ്കര 3000 രൂപയോ 4000 രൂപയൊക്കെ. എനിക്ക് 900 rupees കിട്ടിയ സെറ്റ്. സോ ഇനിയിപ്പം ജിമ്മിൽ പോകുമ്പോൾ ജിമ്മിൻ്റെ അറ്റയർ, വീട്ടിലിരിക്കുമ്പോൾ വീട്ടിൽ, നൈറ്റ് ഡ്രസ്സ് ആകുമ്പോൾ നൈറ്റ് ഡ്രസ്സിന്, അങ്ങനെ പല രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ദിസ് ഇസ് വെരി കംഫർട്ടബിൾ. ഇത് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ ഒരു നൈറ്റ് വെയർ ആണ്, കോട്ടൺ ആണ്. അതിന് ഇത് ഇട്ട് കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. യു ഫീൽ ലൈക്ക് യു ആർ റെഡി ഫോർ ബെഡ്. ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് മുമ്പ് ഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഉറങ്ങുമ്പോൾ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇപ്പം ഇതൊക്കെ സക്സസ്ഫുൾ ആൾക്കാരുടെ കുറച്ച് ടിപ്സ് എടുക്കുവാണ്, അല്ല ഞാനായിട്ട് ഉണ്ടാക്കിയല്ല. അപ്പോൾ ഇത് ജാക്ക് ആൻഡ് ജോൺസിൻ്റെ നൈറ്റ് വെയർ. കുളിച്ചിറങ്ങിയേ ഉള്ളൂ, അപ്പോഴേക്കും 2 വർഷം കാണാത്ത രീതിയിലുള്ള ഇനിയുള്ള സ്നേഹപ്രകടനവും കടിയും ഒക്കെ ആയിരിക്കും. ഓഫി നോ നോ. ആ വാല് വന്ന് സ്പീഡ് നോക്ക്. ഓഫി നോ. ഇങ്ങനെ നോ പറഞ്ഞാല് ഓഫി എന്തെന്നറിയോ? ഓഫിയുടെ തല നമ്മുടെ കാലി വെച്ചിട്ട് കിടക്കും. അതാണ് ഓഫിയുടെ പരിപാടി. ബാ, ഡിന്നറൊക്കെ കഴിഞ്ഞേ. ഓഫിയുടെ ഡിന്നർ കഴിഞ്ഞു, രാത്രിയിലത്തെ ബ്രഷിങ് കഴിഞ്ഞു. ഇനി കുറച്ചൊരു 10 o'clock ആകുമ്പോൾ വേദ കിടക്കുമ്പോൾ ഓഫിങ് കിടക്കും അല്ലേ? ബാ, ഇഡലി പൊങ്ങി വന്നില്ല എന്ന് പറഞ്ഞ് പാർവതിക്ക് വിഷമം. അപ്പോൾ വേദുവിന് സൺഡേ ഇൻ്റലിജൻസ് ആണ്. നമുക്കൊക്കെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ വേദുവിന് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അതല്ലാതെ ഇഡലിയും ചോക്ലേറ്റും. ഞാൻ ന്യൂട്ടെല്ലൊന്നും കൊടുക്കില്ല. കമ്പാരിറ്റീവ്ലി ഒരു ബെറ്റർ സംഭവം എനിക്കൊന്ന് പ്യുവർ ഹാർട്ടും ലിറ്റിൽ ജോയ് ഒക്കെയാണ്. സോ ഇഡ്ഡലിയും ചോക്ലേറ്റും ആണ് വേദുവിൻ്റെ ഡിന്നർ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഹി ലവ്സ് ദിസ്. അവൻ്റെ ഒരു ഇൻ്റലിജൻസ് ഇത്. പക്ഷെ എന്നാലും വലിയ ഗുണമൊന്നുമില്ല. കുറച്ച് നട്ട്സ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. കാരണം ഫസ്റ്റ് ഇൻഗ്രീഡിയൻ കണ്ട ഇങ്ങനത്തെ ചോക്ലേറ്റ് സ്പ്രെഡിൽ അവർ പറഞ്ഞിരിക്കുന്നത് തന്നെ നട്ട് സ്പ്രെഡ് എന്നാണ്. പക്ഷെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നോക്ക്,
ഈ ഇൻഗ്രീഡിയൻ്റ് ഏതാണ് ആദ്യമേ വരുന്നത് അതാണ് ഏറ്റവും കൂടുതലുള്ളത്. ആദ്യമേ തന്നെ ഷുഗർ, അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ഓയിൽ, അത് കഴിഞ്ഞിട്ടാണ് കാഷ്യൂ വരുന്നത്. അപ്പോൾ അൺഹെൽത്തിയിൽ കമ്പാരിറ്റീവ്ലി വൺസ് ഇൻ എ വൈൽ ഇൻ്റലിജൻസ് അതിനുള്ളതേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഹെൽത്തി എന്ന് വിചാരിച്ച് നല്ലതെന്ന് വിചാരിച്ച് നിങ്ങൾ കഴിക്കരുത് ഇതൊക്കെ. ഓക്കെ ഗൈസ്, സോ എല്ലാവരും കിടന്നു, ഓഫ് ചെയ്തു, അമ്മ എല്ലാവരും കിടന്നു. ഒരു കാഷ്വൽ സൺഡേ വ്ളോഗായിരുന്നു. പക്ഷേ ഇപ്പോൾ കിടന്നപ്പോഴാണ് മെസ്സേജ് വന്നത് മൺഡേ സ്കൂളില്ലാന്ന്, മഴ കാരണം. മിക്കവാറും നോക്കിക്കോ മൺഡേ മഴയും വലുതായിട്ട് കാണില്ല. സോ എന്തായാലും വേദു കിടന്നുറങ്ങി. നാളെ വേദുവിന് ഫുള്ളായിട്ട് ചില്ല് ചെയ്യാം. എത്ര ദിവസം അവധിയായല്ലേ? ഓക്കെ, സോ എന്തായാലും വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എവരിവൺ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ് ആൻഡ് ബൈ.